ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാർച്ച് മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. ജനുവരി മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 2000 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് സജീവമായ സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള 24.46 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. കൈകളിൽ തുക സ്വീകരിക്കുന്ന 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇന്ന് മുതൽ വിതരണം സജീവമാകും. വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷനുകളിലെ NSAP പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം ഇന്നു മുതൽ എത്തിച്ചേരും. പെൻഷൻ തുക കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുകയെത്താത്ത ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ വിതരണം സജീവമാകും. ഒരു മുടക്കവും കൂടാതെ 2000 രൂപ വീതം എല്ലാ മാസവും കൃത്യമായി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ തുകയിൽ വീണ്ടും ഒരു വർധനവ് കൂടി എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന സൂചനകൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. പെൻഷൻ തുകയിൽ 300 മുതൽ 500 രൂപയുടെ വരെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ മേഖലകളിൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിൽ 2 ഗഡുവായ 3200 രൂപ കൂടി എത്തിച്ചേർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത, വിതരണം, നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. വിധവ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സമർപ്പിക്കുന്നതിനുള്ള അറിയിപ്പുകൾ ചില പഞ്ചായത്തുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അറിയിപ്പുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഗുണഭോക്താക്കൾ പ്രസ്തുത സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. ഹാജരാക്കാത്ത പക്ഷം ഇവർക്ക് ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസം 1 മുതൽ 20 വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ മേഖലകളിലേക്കുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിക്കുകയാണ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ പത്രപ്രവർത്തകർക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പത്രപ്രവർത്തക പെൻഷൻ 13,000 രൂപയാക്കി ഉയർത്തിയതായി മന്ത്രി പ്രഖ്യാപിച്ചു. 1500 രൂപ കൂട്ടിയതാണ് പുതിയ പ്രഖ്യാപനം. നിലവിൽ 11,500 രൂപയാണ് പെൻഷനായി ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അംഗനവാടി ജീവനക്കാർക്ക് 1000 രൂപയും ഹെൽപ്പർമാർക്ക് 500 രൂപയും വർദ്ധിപ്പിച്ചു. ആശാവർക്കർമാർക്കുള്ള ഓണറേറിയം 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ആനുകൂല്യങ്ങൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ക്ഷേമ പെൻഷന് പുറമെ വലിയൊരു വിഭാഗം ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുകൂടി ആനുകൂല്യം എത്തിച്ചേരുകയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 2026 വർഷത്തെ ആദ്യ ഗഡുവിന്റെ വിതരണമാണ് ആരംഭിക്കുന്നത്. 25 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹായം എത്തിച്ചേരും. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ എത്തിയിരിക്കുന്നത്. ഗുണഭോക്താക്കൾ ഫാർമേഴ്സ് ID ജനറേറ്റ് ചെയ്യണമെന്നുള്ള അറിയിപ്പുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ OTP അടക്കം ഗുണഭോക്താക്കളിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ ഇത് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അറിയിപ്പുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഗുണഭോക്താക്കൾ ഫാർമേഴ്സ് ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. 2018 വരെ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കൾക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 ശേഷം ഭൂമി വാങ്ങി കൃഷി ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കൾക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല. 2018 വരെ ഭൂമിയുണ്ടായിരുന്നവർ, 2018 വരെ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ അതുവരെയുള്ള കരമടച്ച രസീതിനോടൊപ്പം പുതിയതായുള്ള രസീത്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ കോപ്പി, രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവയുമായി കോമൺ സർവീസ് കേന്ദ്രങ്ങളെ സമീപിച്ച് ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതുവരെയും അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ആധാർ സീഡിംഗ്, ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ നടത്തിയിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ ജനുവരി 31 മുൻപ് തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടായേക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.